തകർന്നു പോയ മനസ്സോടെ സിന്ധുവും സജീവനും സാക്ഷിയും പോലീസ് സ്റ്റേഷന്റെ പടികളൊന്നൊന്നായി ഇറങ്ങി പുറത്തേക്ക് നടന്നു. ആരും പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. വല്ലാത്തൊരു മൂകത ആ കാറിൽ നിറഞ്ഞു നിന്നു. തന്റെ നെഞ്ചു പൊട്ടി തകരുകയാണെന്ന് സജീവൻ ഓർത്തു. സിന്ധുവിനൊന്ന് അലറിക്കരണമെന്നുണ്ട്. പക്ഷെ ശബ്ദം ഉയർത്താൻ പോലും കഴിയാത്തത്ര നിസ്സഹായതയായി അവൾ പോയിരുന്നു. അപ്പോൾ സാക്ഷിയാണെങ്കിൽ നിറഞ്ഞു വന്ന കണ്ണുകൾ വാശിയോടെ തുടച്ചു മാറ്റുന്നുണ്ട്. ചേച്ചി ഇത്രയും വലിയൊരു ചതി ചെയ്തല്ലോ എന്ന് ഓർത്തപ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യവും സങ്കടവും വന്നു. സജീവൻ താൻ ഈ ലോകത്തെങ്ങും അല്ല എന്നതുപോലെയാണ് ഇരിക്കുന്നത്. എങ്ങനെയോ ഒരുവിധം ഡ്രൈവ് ചെയ്ത് അവർ മൂന്നുപേരും വീട്ടിലെത്തി. നന്നേ ഇരുട്ടിയിരുന്ന ആ സമയം ലൈറ്റൊന്നും ഇട്ടിരുന്നില്ല. ഇരുട്ടത്ത് വെട്ടവും വെളിച്ചവുമില്ലാത്ത ഒരു വീട്, അതൊരു പ്രേതാലയം പോലെ തോന്നിച്ച സിന്ധുവിന്. ആദ്യം അകത്തേക്ക് കാലെടുത്തു വെച്ചതും സിന്ധു ആയിരുന്നു. അകത്തേക്ക് കയറിയവർ ഹോളിലെ വെറും നിലത്ത് പടഞ്ഞിരുന്നു. തലയ്ക്ക് കൈകൊടുത്ത് കുനിഞ്ഞിരിക്കുന്ന സിന്ധുവിനെ അവർക്ക് പിന്നാലെ അകത്തേക്ക് കയറുവന്ന സജീവൻ പുച്ഛത്തോടെ നോക്കി. എടി! സജീവൻ അലറിയതും സിന്ധു മുഖം ഉയർത്തി. കരഞ്ഞു കലങ്ങിയ മിഴികളോടെ അയാളെ ഒന്നു നോക്കി. നിനക്കിപ്പോ തൃപ്തിയായി കാണുമല്ലേടി? സജീവന്റെ ചോദ്യം കേട്ടതും സിന്ധു മുഖമുയർത്തി അയാളെ നോക്കിയ പടിയിരുന്നു. ഒപ്പം അവരുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. നീ എന്തിനാ ഇപ്പൊ കരയുന്നത്? എടി സിന്ധു, കർമ്മയെന്നൊന്നുണ്ട്. നമ്മൾ ഒരാളോട് ചെയ്തതിന്റെ ബലം അതെത്ര വൈകിയാണെങ്കിലും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും. പക്ഷെ നിന്റെ കാര്യത്തിൽ അതൊട്ടും വൈകിട്ടില്ലെന്ന് മാത്രമല്ല, വളരെ വേഗം തന്നെ നടപ്പിലായി. സിന്ധു മനസ്സിലാവാത്ത മട്ടിൽ അയാളെ നോക്കി. നീ ഓർക്കുന്നുണ്ടോ? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ഒരു പെൺകുട്ടിയുടെ വിങ്ങി പൊട്ടിയുള്ള മുഖം കണ്ടുകൊണ്ടായിരുന്നു ഈ വീട് ഉണർന്നുകൊണ്ടിരുന്നത്. ഉള്ള ജോലികൾ മുഴുവൻ ചെയ്യിക്കും, എന്നിട്ട് അതിനില്ലാത്ത കുറ്റവുമില്ല. എന്തോരം പൊട്ടിക്കരഞ്ഞു അവൾ ഈ അടുക്കള കോണിൽ ഇരുന്നു കൊണ്ട്. നീയൊന്നും മറന്നിട്ടില്ലല്ലോ അല്ലേടി? ആരോരുമില്ലാത്ത എന്റെ പാവം നന്ദമോളെ നീ വേദനിച്ചപ്പോ കാലം നിന്റെ മകളിലൂടെ തന്നെ നിനക്ക് ശിക്ഷ വിധിച്ചു. കാലത്തിന്റെ കാവ്യനീതി എന്നല്ലാണ്ട് ഇതിനെ എന്തു പറയാന്? സജീവൻ ചോദിച്ചപ്പോ സിന്ധുവിന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അമ്മയോട് പലതവണ സൂചിപ്പിച്ചതാ ചേച്ചി സൂക്ഷിക്കണമെന്ന്. ഒളിഞ്ഞും തെളിഞ്ഞും ചേച്ചിയുടെ പല പ്രവൃത്തികളും ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ മുന്നിൽ കണ്ട് തന്നെയാ ഞാൻ അമ്മയോടത് പറഞ്ഞത്. അപ്പോഴൊക്കെ അമ്മയ്ക്ക് എന്നോടായിരുന്നു ദേഷ്യം. ഞാനെന്തോ ചേച്ചിയെ കുറ്റപ്പെടുത്തി മനഃപൂർവ്വം സംസാരിക്കുന്നത് പോലെ തലയെ കയറ്റിവെച്ച് നടന്നിട്ട് ഒടുക്കം എന്തായി? സാക്ഷിക്ക് പറയുമ്പോൾ ദേഷ്യം വന്നു. ഇപ്പൊ അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം പൂർണ്ണ ബോധ്യായോ? ഞാനൊന്ന് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി നമുക്ക് വരില്ലായിരുന്നു. സിന്ധു മറുപടിയില്ലാതെ സാക്ഷിയെ നോക്കി. സത്യം പറഞ്ഞാല് ചുറ്റും എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പോലും സിന്ധുവിനൊരു ഊഹമില്ലായിരുന്നു. സജീവനും സാക്ഷിയും എന്തൊക്കെയോ പറയുന്നുവെന്നല്ലാതെ അവർ പറയുന്ന എന്താണെന്ന് വ്യക്തമായി കേൾക്കാൻ കഴിയാത്ത വിധം അവരുടെ കാതുകൾ കൊട്ടിയടച്ചു പോയിരുന്നു. എന്റെ മോളെ, ആ ശ്രീനന്ദ ഇവിടെ കിടന്ന് അനുഭവിച്ചതിന് കയ്യും കണക്കും ഉണ്ടോടി? സജീവൻ മകളോട് ചോദിച്ചു. അതെ, അച്ഛൻ പറഞ്ഞ തന്നെയാ ശരി. അമ്മയാ ശ്രീനന്ദയോട് ദ്രോഹങ്ങൾ ചെയ്തിരിക്കുന്നത്, അതും കുഞ്ഞുനാൾ മുതൽക്ക്. ഒടുക്കും അച്ഛന്റെ പേര് ചേർത്ത് വരെ അമ്മ അവളെ അധിക്ഷേപിച്ചില്ലേ? ലോകത്താരെങ്കിലും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുവോ? അതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ 1% പോലും ശിക്ഷ അമ്മ അനുഭവിച്ചിട്ടില്ലെന്ന് വേണം പറയാന്. സാക്ഷി യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ബാക്കിയാണ് അവളിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ വാക്കുകൾ. അമ്മ പറഞ്ഞത് കേട്ട് ഞാനും ശ്രീനന്ദയുമായി പലതവണ വഴക്കുകൂടി. ഒക്കെ ശരിയാ. അതെങ്ങനാ? മക്കൾക്ക് നല്ലത് പറഞ്ഞു നൽകേണ്ടത് അമ്മമാരില്ലേ? അറിവില്ലാത്ത പ്രായം തൊട്ട് ഞങ്ങളെ ശ്രീനന്ദയുടെ ശത്രുക്കളാക്കി വളർത്തി. അമ്മ ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ എത്ര മനോഹരമായി മുന്നോട്ടു പോകേണ്ട കുടുംബമായിരുന്നു നമ്മളുടേതെന്ന് അമ്മ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ശ്രീനന്ദയെ കൂടി ഞങ്ങളിലൊരാളായി അമ്മ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അമ്മയെ നോർത്തു നോക്കിയേ. അമ്മ കുഞ്ഞുനാൾ മുതൽ അവളെ ഇട്ട് പണിയിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം ഒരു പെൺകുട്ടി അനുഭവിക്കാവുന്ന എല്ലാ കഷ്ടതകളും സഹിച്ച അവൾ അവളുടെ ബാല്യകാലം ജീവിച്ചു തീർത്തത്. എന്നിട്ടിപ്പോ അവൾ ഏത് നിലയിൽ ജീവിക്കുന്നുവെന്ന് അമ്മയൊന്ന് ഓർത്തു നോക്കി. അവൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര നല്ലൊരു ബന്ധത്തിലാണ് അവളിപ്പോൾ. രാജകുമാരിയായിട്ടാ അവൾ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നഷ്ടം നമുക്ക് മാത്രമായിരുന്നു. അല്ലെങ്കിലും മനസ്സിൽ പകയും ശത്രുതയും വെച്ചു പുലർത്തുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും വിധി. സാക്ഷി അതും പറഞ്ഞുകൊണ്ട് നേരെ അവളുടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയിരുന്നവൾ. അവൾക്ക് മനസ്സിലാവുന്നുണ്ട്
ജീവിതത്തിൽ താൻ ചെയ്ത പാപങ്ങളും ശ്രീനന്ദയോട് ചെയ്തതുമൊക്കെ. സജീവനും ഇനിയും കൂടുതലായി എന്തൊക്കെയോ സിന്ധുവിനോട് പറയണമെന്നുണ്ട്. പക്ഷെ എല്ലാം തകർന്ന് തരിപ്പണമായി ഒരു ഭ്രാന്തിയെപ്പോലെ ഇരിക്കുന്ന സിന്ധുവിനോട് ഇതിൽ കൂടുതൽ എന്തു പറയാനാണ്? അല്ലെങ്കിൽ തന്നെ മകളെ മര്യാദയ്ക്ക് വളർത്താത്തതിൽ അമ്മയെ മാത്രം കുറ്റം പറയുന്നത് എന്തിനാണ്? തന്റെ മകൾ തോന്നിയ പോലെ പോയെങ്കിൽ അതിന് ഉത്തരവാദി താനെന്ന അച്ഛനും കൂടിയാണ്. മകളുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ അവരെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിക്കാനോ ഒന്നിനും ശ്രമിച്ചിട്ടില്ല. എപ്പോഴും കടയും പ്രാരാബ്ദങ്ങളും മാത്രമായി നടന്നു. അതിനിടയിൽ മക്കൾ എന്തു ചെയ്യുന്നു? അവർ നന്നായി പഠിക്കുന്നുണ്ടോ? നല്ല രീതിയിലാണോ ജീവിക്കുന്നത്? എന്നൊന്നും അന്വേഷിക്കാൻ താൻ മറന്നുപോയി. അപ്പോഴും മനസ്സിലൊരു ധാരണയുണ്ടായിരുന്നു, സിന്ധു അവരെ നന്നായി തന്നെ വളർത്തുമെന്ന്. അയാൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് കയറിപ്പോയതോടെ സിന്ധു കൈവെള്ളയിലേക്ക് മുഖം പൂഴ്ത്തി ആർത്താർത്ത് കരഞ്ഞു. അവരുടെ കരച്ചിലിന്റെ ശബ്ദം സജീവനും സാക്ഷിയും കേട്ടു. പക്ഷെ അവരിരുവരും മുറിയിൽ നിന്ന് ഇറങ്ങിച്ചെല്ലാനോ സിന്ധുവിനെ ആശ്വസിപ്പിക്കാനോ ശ്രമിച്ചില്ല. സിന്ധു അത് അർഹിക്കുന്നുണ്ടെന്ന് തന്നെയാണ് സാക്ഷിയുടെ മനസ്സിൽ. അതേസമയം സജീവനും കുറ്റബോധത്താൽ നേറി തുടങ്ങിയിരുന്നു. ദിവസങ്ങളൊന്നൊന്നായി കടന്നുപോയി. ഇതിനിടയിൽ ശ്രീനന്ദയുടെ പരീക്ഷയും കഴിഞ്ഞു. അവൾക്ക് പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കാത്തുകാത്തിരുന്ന ഓണാഘോഷവും ഇങ്ങെത്തി. നാളെയാണ് ശ്രീനന്ദയുടെ കോളേജിലെ ഓണ സെലിബ്രേഷൻ. കോളേജ് വിട്ട് ശ്രീനന്ദ അന്നും യൂബറിനാണ് വന്നത്. അഥർവിനൊരു ബിസിനസ് മീറ്റിംഗ് ഉണ്ട്, വരാൻ 7 മണിയാകുന്നവൻ വിളിച്ചു പറഞ്ഞിരുന്നു. ശ്രീനന്ദ റൂമിലെത്തി. നാളെ കോളേജിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാനുള്ള ധാവണിയൊക്കെ അയൺ ചെയ്തു. അതിന് മാച്ചായ കമ്മലും വളകളും എല്ലാം എടുത്ത് കട്ടിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. നോക്കിയപ്പോൾ അഥർവാണ്. ശ്രീനന്ദ സന്തോഷത്തോടെ പോയി ഫോൺ എടുത്ത് ചെവിയോരം ചേർത്തു പിടിച്ചു. നന്ദേ, സ്നേഹത്തോടെയുള്ള അഥർവിന്റെ സ്വരം. ഹലോ ഏട്ടാ, താൻ എന്ത് ചെയ്യുവാ? ഞാൻ ദാ ഇവിടെ നാളെ കോളേജിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ്. ഏട്ടൻ എത്താറായോ? ഇല്ലടോ, ഞാൻ ദാ ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. തനിക്കെന്തോ മേടിക്കണമെന്ന് മെസ്സേജ് ഇട്ടല്ലോ. അതോ? അത് പിന്നെ ഏട്ടാ, വരുമ്പോൾ എനിക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് വരുമോ? ശരിടോ, ഞാൻ വരുമ്പോൾ വാങ്ങാം. വേറെന്തെങ്കിലും വേണോ നന്ദേ? വേണ്ട ഏട്ടാ, ഒന്നും വേണ്ട. മോനിവിടെ? ആര്യൻകുട്ടൻ താഴെ അമ്മയുടെ അച്ഛൻ്റെയും കൂടിയാ. ആണോ? ശരി, എങ്കിൽ തൻ്റെ ജോലി നടക്കട്ടെ. ഞാൻ വെറുതെ മീറ്റിംഗ് കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ വിളിച്ചെന്നേ ഉള്ളൂ. ശരിയേട്ടാ, വേഗം വാ. അത്രയും പറഞ്ഞ് ശ്രീനന്ദ ഫോൺ കട്ട് ചെയ്തു. കറുപ്പും മെറൂണും ഇടകലർന്ന ധാവണിയാണ് നാളെ ശ്രീനന്ദ ഇടുന്നത്. അഥർവ് ഒരു ദിവസം അവൾക്ക് സർപ്രൈസായിട്ട് സമ്മാനിച്ചതായിരുന്നു അത്. അന്നവൾ അവൻ്റെ ആ സെലക്ഷനെ ഒരുപാട് പ്രശംസിച്ചിരുന്നു. അത്രയേറെ ഭംഗിയുണ്ടായിരുന്ന ആ ധാവണിക്ക്. ശ്രീനന്ദയ്ക്ക് അത് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു. ശ്രീനന്ദയുടെ ക്ലാസ്സിലെ എല്ലാവരും ചേർന്ന് തീരുമാനിച്ച ഡ്രസ് കോഡാണിത്. ഗേൾസ് എല്ലാം നാളെ ധാവണിയും, ബോയ്സ് എല്ലാവരും മുണ്ടും ഷർട്ടും. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ശ്രീനന്ദ മെല്ലെ താഴേക്ക് ഇറങ്ങി വന്നു. മാധവനും ആര്യൻകുട്ടനും ഇന്ദ്രയും കൂടി TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു ലിവിംഗ് റൂമില്. അവൾ അവർക്കരികിലേക്ക് ചെന്നിരുന്നു. അവർ 4 പേരും ഒന്നിച്ച് TV ഒക്കെ കണ്ടുകൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരത്താണ് അഥർവിന്റെ കാർ അവിടേക്ക് വന്നത്. അത് കണ്ടത് ഉമ്മറത്തേക്ക് ആദ്യം ഓടിയത് ആര്യനാണ്. പിന്നാലെ ശ്രീനന്ദയും. ഇന്ദ്ര അവളുടെ ആ പോക്കും നോക്കി ഒരു ചിരിയോടെ ഇരുന്നതേ ഉള്ളൂ. കാറിന് ഇറങ്ങിയ അഥർവിനെ ശ്രീനന്ദ മൊത്തത്തിൽ ഒന്ന് നോക്കി. അച്ഛ, എവിടെ എന്റെ ചോക്ലേറ്റ്? ആര്യൻകുട്ടൻ ചോദിച്ചതും അഥർവ് അവന്റെ പോക്കറ്റിൽ നിന്നും ആര്യന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് അവന് നേർക്ക് നീട്ടി. അത് കയ്യിൽ കിട്ടിയതും സന്തോഷത്തോടെ ആര്യൻ അകത്തേക്ക് ഓടി. ഏട്ടാ, വാങ്ങിയില്ലേ? അഥർവിന്റെ കയ്യിൽ മറ്റ് കവറുകളൊന്നും ഇല്ലെന്ന് കണ്ടതും അവൾ പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്ത്? അല്ല, ഞാൻ പറഞ്ഞതല്ലേ, മുല്ലപ്പൂ വാങ്ങിയിട്ട് വരണമെന്ന്. ഓ, അത് ഞാനങ്ങ് മറന്നു നന്ദേ. അഥർവ് തീർത്തും കൂളായിട്ട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വന്നതും ശ്രീനന്ദയ്ക്ക് സങ്കടം വന്നുപോയി. അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും അഥർവ് അവളുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിച്ചു. അവന്റെ വലിയുടെ ആഘാതത്തിൽ അവൾ അല്പം പിന്നോട്ട് നീങ്ങി അഥർവിന്റെ നെഞ്ചിൽ വന്ന് ഇടിച്ചു നിന്നു. എന്റെ നന്ദി, ഒരു കാര്യം പറഞ്ഞാ ഞാൻ മറന്നിട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? അഥർവ് രഹസ്യം പോലെ അവളുടെ കാതിൽ പറഞ്ഞു. അവന്റെ ചുടുശ്വാസം അവളുടെ കാതിലും കഴുത്തിലും തട്ടിത്തടഞ്ഞ് അങ്ങനെ നിന്നു. ശ്രീനന്ദയ്ക്ക് അടിമുടി കുളിർന്നു. ഒരു നിമിഷം കൊണ്ട് തന്റെ പെണ്ണാകെ ചുവന്നിട്ടുണ്ട്. അഥർവ് മനസ്സിലോർത്തു. താൻ അകത്തേക്ക് നടന്നോളൂ, ഞാനത് എടുത്തിട്ട് വരാം. ഒന്ന് തലകുലുക്കിക്കൊണ്ട് ശ്രീനന്ദ മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറി.
അവൾക്ക് പിന്നാലെ അഥർവും ഒന്ന് കയറിയ പാടെ ഫ്രഷാകാൻ റൂമിലേക്ക് പോയി. അവന് ചായ കൊടുത്തില്ലല്ലോ മോളെ. ഇന്ദിര കസേരയിൽ നിന്ന് എണീറ്റു. അമ്മ ഇരുന്ന് ടി വി കണ്ടോ? ഏട്ടനുള്ള കോഫി ഞാനെടുക്കാം. അച്ഛമ്മേ, ദാ ഇത് കണ്ടോ? ആര്യം വിളിച്ചതും ഇന്ദിര ടി വിയിലേക്ക് കണ്ണുനട്ടിരുന്നപ്പോൾ ശ്രീനന്ദ് നേരെ അടുക്കളയിലേക്ക് ചെന്ന് അഥർവിനു വേണ്ടി ഒരു കപ്പ് കോഫി ഉണ്ടാക്കി അതുമായി മുകളിലേക്കും ചെന്നു. അവൾ റൂമിലേക്ക് കയറി വരുമ്പോൾ അഥർവ് കുളിച്ച് വേഷമൊക്കെ മാറി ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഏട്ടാ, കോഫി. അവളുടെ കയ്യിൽ നിന്നും കോഫി മഗ് വാങ്ങുന്നതോടൊപ്പം അഥർവ് ഇടം കണ്ണിട്ടൊന്ന് ശ്രീനന്ദയെ നോക്കി. എന്താണ് തനിക്കൊരു പരുങ്ങല്? ഏയ്, എന്ത്? ഒന്നുമില്ലേട്ടാ. അങ്ങനല്ലല്ലോ, എന്തോ ഉണ്ട്. അവള് പറഞ്ഞത് വിശ്വാസം വരാത്തതുപോലെ അവൻ വീണ്ടും അവളെ അടിമുടിയൊന്ന് നോക്കി. സത്യമായിട്ടൊന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങാൻ തുടങ്ങിയ അവളെ അഥർവ് പിടിച്ചു വലിച്ച് അവൻ്റെ ഉടലോട് ചേർത്ത് നിർത്തി. ഇപ്പൊ കുളി കഴിഞ്ഞിറങ്ങിയതുകൊണ്ട് തന്നെ അവന്റെ ദേഹത്തിനൊരു നനവുണ്ട്. ഒപ്പം അവനിൽ നിന്ന് വമിക്കുന്ന ബോഡി വാഷിന്റെ നേർത്ത സുഗന്ധവും. ശ്രീനന്ദ് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂട്ടി ആവോളം ആ സുഗന്ധം ആസ്വദിച്ചങ്ങനെ നിന്നു. എന്താടോ കാര്യം പറ. ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ. സത്യം? ഈ ഏട്ടന്റെ കാര്യം. അതോടെ അഥർവിനൊരു കാര്യം മനസ്സിലായി. അവൾ എന്തോ ഒന്ന് തന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ടെന്ന്. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. അഥർവതും പറഞ്ഞുകൊണ്ട് മെല്ലെ അവളെ പിടിയയച്ചതും ശ്രീനന്ദ കാറ്റുപോലെ ആ റൂമിൽ നിന്നിറങ്ങി ഓടി. അവളുടെ ആ പോക്ക് ഒരു ചിരിയോടെ നോക്കി നിന്ന അഥർവ് പതിവ് പോലെ ആഹാരമൊക്കെ കഴിച്ച് കിടക്കാനായി മുകളിലെ റൂമിലേക്ക് വന്നതാണ്. ശ്രീനന്ദയും അഥർവും ആര്യൻകുട്ടനും. അവനുവേണ്ടി അഥർവ് ഒരു ഇംഗ്ലീഷ് സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശ്രീനന്ദ ഒരു ചെവിയാലെ അത് കേൾക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണുകൾ ഫോണിലായിരുന്നു. പാർവതി നാളത്തെ ദിവസത്തെക്കുറിച്ച് എന്തൊക്കെയോ കാര്യമായി മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രീനന്ദി അത് ചിരിയോടെ വായിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ആര്യൻകുട്ടൻ അഥർവിനോടൊരു കാര്യം ചോദിച്ചത്. അച്ഛാ, എനിക്ക് എപ്പോഴാ സിസ്റ്റർ വരുന്നത്? പെട്ടെന്ന് ആര്യന്റെ ആ ചോദ്യം കേട്ടതും അഥർവിനൊന്നും മനസ്സിലായില്ല. സിസ്റ്ററോ? അവനത് എടുത്തു ചോദിച്ചു. എനിക്ക് ഒരനിയത്തി കുഞ്ഞാവ് വേണം. പെട്ടെന്നത് കേട്ടതും അഥർവിന്റെ മുഖത്തൊരു ചിരി വന്നു. ആ സമയം അഥർവിന്റെ നോട്ടം നേരെ പോയത് ശ്രീനന്ദയുടെ മുഖത്തേക്കായിരുന്നു. അവളതെല്ലാം കൃത്യമായി കേട്ടെങ്കിലും മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ലാതെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആര്യൻകുട്ടൻ ആന്റിയോട് ചോദിച്ചോ ഇത്? ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോഴേ ആന്റിയോട് ചോദിച്ചു. ശ്രീനന്ദയുടെ നെഞ്ചു പടപടാമിരിക്കാൻ തുടങ്ങി. എന്നിട്ട് ആന്റി എന്തു പറഞ്ഞു? ആന്റി പറഞ്ഞു വൈകിട്ട് അച്ഛൻ വരുമ്പോ അച്ഛനോട് ചോദിക്കാൻ. ആര്യൻകുട്ടൻ നിഷ്കളങ്കമായ മുഖത്തോടെ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞു കളയുമെന്ന് ശ്രീനന്ദയും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവൾക്ക് അഥർവിനെ നോക്കാൻ വല്ലാത്ത ചമ്മൽ തോന്നി. ആര്യൻകുട്ടൻ, ഒരു 2-3 ഇയേഴ്സ് കൂടി വെയിറ്റ് ചെയ്യണം കേട്ടോ. അഥർവ് ശ്രീനന്ദയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിക്കൊണ്ട് ആര്യൻകുട്ടനോടെ പറഞ്ഞു. അതെന്തിനാ അച്ഛാ അത്രയും നാള് വെയിറ്റ് ചെയ്യുന്നത്? അതൊരുപാട് ലോങ് അല്ലേ? ആണ്, പക്ഷെ നമ്മുടെ ബേബി അപ്പോഴേ വരൂ. ആണോ? ഷോ, ആന്റി ആണെങ്കിൽ അച്ഛനോട് പറയൂന്ന് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചു നാളെ എനിക്ക് അനീറ്റിയെ കിട്ടുമെന്ന്. വിഷമത്തോടെ താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് ആര്യൻകുട്ടൻ അഥർവിനെ നോക്കി. ശ്രീനന്ദ ഒന്നും മിണ്ടാതെ ബ്ലാങ്കറ്റ് എടുത്ത് തലവഴി മൂടിക്കിടന്നു. അവളുടെ ആ പ്രവൃത്തി കാണുകയെ അഥർവിന് ചിരി വന്നു പോയി. ആര്യൻകുട്ടനോട് വീണ്ടും ഓരോ കഥകൾ പറഞ്ഞ് അഥർവ് കിടന്നു. ഒടുവിൽ കുഞ്ഞുറങ്ങിയ ശേഷം അവൻ മെല്ലെ ഒരുവളുടെ തലവഴി മൂടിയ പുതപ്പെടുത്തു മാറ്റി. ഇരുമിഴികളും അമർത്തി അടച്ചുകൊണ്ട് കിടക്കുവാണ് നന്ദ. എടോ, കണ്ണു തുറക്ക്. അവനാവുന്നത്ര ശ്രമിച്ചു. പക്ഷേ നന്ദ കണ്ണു തുറന്നില്ല. ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെ അവനും കുഞ്ഞിന്റെ അരികിൽ അവനോട് ചേർന്ന് കിടന്നു. എല്ലാ ദിവസവും രാവിലെ അഥർവ് വിളിക്കുമ്പോൾ മടിയോടെ ചിണുങ്ങിക്കൊണ്ട് എഴുന്നേൽക്കുന്നവൾ അന്ന് പതിവില്ലാതെ നേരത്തെ എഴുന്നേറ്റ് താഴേക്ക് പോയി. അത്യാവശ്യം അടുക്കള ജോലികളിലൊക്കെ ഇന്ദ്രയെ സഹായിച്ച ശേഷം കുളിയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ മുടി ഉണക്കിയ ശേഷം ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി. അവൾ ആദ്യം തന്നെ ധാവണി ഭംഗിയായി ഞൊറിഞ്ഞെടുത്തു. ശേഷം മുടി മെടഞ്ഞിട്ട് അഥർവ് കൊണ്ടുവന്ന പൂവ് മുഴുവനും മുടിയിലേക്ക് തിരികെ വെച്ചു. മുഖത്ത് ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്തു. പിന്നെ കണ്ണുകളൊന്ന് വാലിട്ട് നീട്ടി എഴുതി. ഏറ്റവും ഒടുവിൽ ഒരു കുഞ്ഞിക്കറുത്ത പൊട്ടും കയ്യിൽ അല്പം കുപ്പിവളകളും കൂടി ഇട്ടതോടെ അവളുടെ ഒരുക്കം പൂർത്തിയായി. കണ്ണാടിയിൽ നോക്കി ഏറെ നേരം സ്വന്തം സൗന്ദര്യം ആസ്വദിച്ചു നിന്ന് പോയി ശ്രീനന്ദ. അഥർവ് റെഡിയായി
ഏറെ നേരം താഴെ ശ്രീനന്ദയെ വെയിറ്റ് ചെയ്തിരുന്നു. അവളാകട്ടെ കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് സ്വപ്നലോകത്ത് നിൽക്കുവാണ്. കുറേ സമയം താഴെ നിന്ന് ക്ഷമ നശിച്ചതും അഥർവ് മുകളിലേക്ക് കയറി വന്നു. ദേഷ്യത്തോടെ ഡോറ് തുറന്നവൻ കാണുന്നത് കണ്ണാടിയിൽ നോക്കി സ്വന്തം സൗന്ദര്യം ആസ്വദിച്ച് മതി മറന്നു നിൽക്കുന്ന ശ്രീനന്ദയാണ്. കണ്ണാടി കൂടി തന്നെയാണ് അവനും ആദ്യം അവളെ കണ്ടത്. വല്ലാത്തൊരു ചന്തമുണ്ട് പെണ്ണിന്. അഥർവ് മനസ്സിലോർത്തു. അതെ, ഒരുങ്ങി ഇവിടെ നിൽക്കാനാണോ ഉദ്ദേശം? കോളേജിൽ പോകണമെന്നില്ല? അഥർവ് നീട്ടി വിളിച്ച് ചോദിച്ചതും ശ്രീനന്ദ പെട്ടെന്ന് ഞെട്ടലോടെ ടേബിളിന്റെ മുകളിലിരുന്ന ഫോണെടുത്ത് സമയം നോക്കി. ഈശ്വര, എന്നത്തേതിലും 10 മിനിറ്റ് ലേറ്റ് ആയല്ലോ. സോറി ഏട്ടാ. അതും പറഞ്ഞുകൊണ്ട് അവനെ മറികടന്നവൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയതും അഥർവ് അവളെ പിടിച്ചു നിർത്തി. അവിടെ നിൽക്ക്, ഞാനൊന്ന് കാണട്ടെ. ഞൊടിയിടയിൽ അവളുടെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. അഥർവ് അവളെ ഇടുപ്പിൽ പിടിച്ച് നേരെ നിർത്തി. അല്പം താഴ്ന്നു കിടന്ന ഞൊറിവിനിടയിലൂടെ അവന്റെ വിരലുകൾ അവളുടെ വയറിൽ അമർന്നു. ശ്രീനന്ദി ഒരു പിടച്ചിലൂടെ അഥർവിനെ മുഖം ഉയർത്തി നോക്കി. പിന്നെ മെല്ലെ തല താഴ്ത്തി. അപ്പോഴേക്കും അഥർവ് വിരലുകൊണ്ട് അവളെ കളം വരച്ചു തുടങ്ങിയിരുന്നു. അവന്റെ കൈ ഉള്ളിലേക്ക് അരിച്ചിറങ്ങാൻ തുടങ്ങിയതും ശ്രീനന്ദി ഒരു ഞെട്ടലോടെ അവനെ പിടിച്ചു വെച്ചു. ഇനിയും നിന്നാൽ ലേറ്റാകും. അല്പം സീരിയസ് ആയി അതും പറഞ്ഞുകൊണ്ട് ശ്രീനന്ദ മുൻപേ നടന്നു. അഥർവിന് ചിരി വരുന്നുണ്ടായിരുന്നു അവളുടെ ഓരോ ഭാവങ്ങളും കണ്ടിട്ട്. അതേ ചിരിയോടെ അവൻ അവളുടെ പിന്നാലെ നടന്നു. ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വന്ന ശ്രീനന്ദയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുവാണ് ഇന്ദിര. ആ വേഷത്തിൽ ശ്രീനന്ദ ഒരുപാട് സുന്ദരിയായിരുന്നു. ശ്രീനന്ദ ഇന്ദിരയ്ക്ക് അടുത്തേക്ക് ചെന്നതും അവർ അവളുടെ കണ്ണിൽ നിന്നും അല്പം കരിയെടുത്ത് ചെവിക്ക് പിന്നിലേക്ക് തൊട്ടുവെച്ചു. കണ്ണ് കിട്ടാതിരിക്കട്ടെ അമ്മയുടെ കുട്ടിക്ക്. പോയിട്ട് വരാമേ, സമയം ഒരുപാട് ലേറ്റായി. ശരി മോളെ, പോയിട്ട് വാകട്ടോ. ഉമ്മറത്തിരുന്ന പത്രം വായിച്ചുകൊണ്ടിരുന്ന മാധവനോടും യാത്ര പറഞ്ഞ ശേഷമാണ് ശ്രീനന്ദയും അഥർവും പോയത്. നല്ല ചേർച്ചയുണ്ടല്ലോ മാധവേട്ട, ശ്രീനന്ദയും അഥർവും തമ്മിൽ. ഇന്ദിര അത് പറഞ്ഞതും മാധവൻ അവരെ കണ്ണു ചുരുക്കി നോക്കി. അത് തനിക്കിപ്പോഴാണോ തോന്നിയത്? അങ്ങനല്ല, അവര് തമ്മിൽ നല്ല ചേർച്ചയൊക്കെ തന്നെയാ. പക്ഷെ ഇത്ര നാളും ശ്രീനന്ദയെ കാണുമ്പോൾ എനിക്ക് ഒരു കുട്ടിത്തമായിരുന്നു തോന്നിയത്. എന്നാൽ ഇപ്പോൾ ഹാഫ് സാരിയൊക്കെ ഉടുത്തപ്പോ വലിയൊരു പെണ്ണായതുപോലെ. അല്ലേ മാധവേട്ട? അതൊക്കെ തന്റെ തോന്നല ഇന്ദിരേ. അവൾ ഇപ്പോഴും കുട്ടി തന്നെയാ. മാധവൻ അതും പറഞ്ഞുകൊണ്ട് പത്രത്തിലേക്ക് മുഖം തിരിച്ചപ്പോ ഇന്ദിര ചിരിയോടെ അകത്തേക്ക് നടന്നതേ ഉള്ളൂ. എപ്പോ കഴിയും തന്റെ സെലിബ്രേഷൻ? കോളേജിലേക്ക് പോയിക്കൊണ്ടിരിക്കും വഴി അഥർവ് ചോദിച്ചു. 6 മണിയൊക്കെ ആവുമായിരിക്കും. കുറേയേറെ പ്രോഗ്രാംസ് ഉണ്ട്. എങ്കിൽ പിന്നെ ഞാൻ ആ സമയമാകുമ്പോഴേക്കും തന്നെ വിളിക്കാമെന്നാ മതിയോ? മതിയേട്ടാ. ശ്രീനന്ദ അതീവ സന്തോഷത്തിലായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഓണ സെലിബ്രേഷനൊന്നും അവൾക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഡ്രസ് കോഡ് പാവാടയും ബ്ലൗസും ആയിരുന്നു. ആകെയുള്ളൊരു പാവാടയും ബ്ലൗസും നരച്ച് പിഞ്ചി കീറാറായി. പാവാടയും ബ്ലൗസും തയ്ക്കാൻ പഴയൊരു സാരിയെങ്കിലും തരാവോന്ന് അമ്മായിയോട് ചോദിച്ചപ്പോൾ ഒരാട്ടായിരുന്നു മറുപടിയായി തന്നത്. ഒപ്പം ഉടുത്തൊരുങ്ങി ആരെയാ കാണിക്കാൻ എന്നൊരു ചോദ്യവും. അതോടുകൂടി ആ ഓണ സെലിബ്രേഷൻ അങ്ങ് വേണ്ടെന്ന് വെച്ചു. ഓണ സെലിബ്രേഷൻ മാത്രമല്ല, ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തെ ഓണവും ക്രിസ്മസും ഒന്നും ആഘോഷിച്ചിട്ടില്ല. കുട്ടികൾക്ക് ഓരോ ഡ്രസ് കോഡൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ താൻ ഒരാൾ മാത്രം അതൊന്നുമില്ലാണ്ട് എങ്ങനെ പോകും? പാറു സഹായിക്കെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ എത്രയെന്ന് വെച്ചാ അവളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നോർത്ത് വയ്യെന്നും പനിയാണെന്നും കള്ളം പറഞ്ഞു പോകാതിരുന്നു. ശ്രീനന്ദ എന്തോ കാര്യമായ ആലോചനയിൽ ഇരിക്കുന്നത് കണ്ടതും അഥർവും എല്ലാം അവളുടെ കയ്യിൽ തട്ടി. എന്തു പറ്റി? ഏയ് ഒന്നുമില്ലേട്ടാ, ഞാൻ വെറുതെ കോളേജിലെ ഓരോ കാര്യങ്ങൾ ഓർത്ത് പോയതാ. അപ്പോഴേക്കും അവരുടെ കാറ് കോളേജിന്റെ മുമ്പിൽ എത്തിയിരുന്നു. കോളേജിലെ കാര്യങ്ങൾ ഓർത്താ മതി, അല്ലാണ്ട് ഇപ്പോഴേ ആര്യൻകുട്ടന്റെ അനീതിയെക്കുറിച്ച് ഓർക്കല്ലേ? അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് അരുണ ശോഭയായിരുന്നു. അവനെ നോക്കിയതും പെണ്ണിനെ ഒന്ന് കണ്ണിറക്കി കാണിച്ചുകൊണ്ട് അവളോട് ഇറങ്ങാൻ പറയുകയാണ് അഥർവ്. വൈകുന്നേരം വിളിക്കാം കേട്ടോ ഏട്ടാ. നന്ദു പറഞ്ഞതും ഒന്ന് തലകുലുക്കിക്കൊണ്ടവൻ വണ്ടി മുന്നോട്ടെടുത്തു. തുടരും. കൊള്ളാമെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ലൈക്കും കമൻറ്റും മറക്കല്ലേ. സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മിത്രവിന്ദ. താങ്ക് യു.